ഏറ്റവും സ്നേഹാധുനികരായ സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ സർവ്വമേഖലകളിലും സർവശക്തനും അളവറ്റ ദയാപരനുമായ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ കഴിവൻ പരമാവധി ജീവിതത്തിലുടനീളം പാലിക്കണമെന്നുള്ള വസീയത്ത് സ്വന്തത്തെ മറക്കാതെ ഓരോ വിശ്വാസിനികളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അത്തരം മുത്തഖീങ്ങളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ലോകത്ത് ഒട്ടേറെ മതനേതാക്കളെ നമുക്കറിയാം. അനവധി മതസ്ഥാപകരും നിരവധി രാഷ്ട്ര നേതാക്കന്മാരും തത്വചിന്തകരും വിപ്ലവകാരികളും ബുദ്ധിജീവികളും രാജ്യം ഭരിച്ച ഭരണാധികാരികളും അങ്ങനെ ഒട്ടേറെ ചരിത്രത്തിൽ അറിയപ്പെടുന്ന നേതാക്കന്മാരെ നാം ചരിത്ര പുസ്തകങ്ങളിലും പാഠപുസ്തകങ്ങളിലും വായിച്ചിട്ടുണ്ട്. എന്നാൽ അത്തരം ഒരാളുടെയും ജീവചരിത്രം പൂർണ്ണമല്ല. അവ്യക്തമായ ജീവചരിത്രമാണ് പിന്നീട് ആത്മകഥകളിൽ കൂടി നാം കണ്ടതും കേട്ടതുമൊക്കെ. അവരിൽ പലരുടെയും ചരിത്രം ഐതിഹ്യമെന്ന് പിന്നീട് നാം മനസ്സിലാക്കുകയാണ്. സംശയാസ്പദമായിരുന്നു പലരുടെയും ചരിത്രമെന്ന് പിന്നീട് അവരെക്കുറിച്ച് ചരിത്രം എഴുതിയവർ രേഖപ്പെടുത്തിയതും നമുക്കറിയാം. പല മതസ്ഥാപകരുടെയും ജീവചരിത്രം എഴുതിയവർ പോലും അങ്ങനെ ഒരു മതസ്ഥാപകർ ജീവിച്ചിരുന്നില്ല എന്ന് പോലും എഴുതിയിട്ടുള്ളതായി നാം ചരിത്രത്തിൽ വായിക്കുകയാണ്. എന്നാൽ മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷങ്ങൾക്ക് മുമ്പ് മക്കയിൽ ജീവിച്ച് മദീനയിൽ വഫാത്തായ കോടാനുകോടി മനുഷ്യരുടെ ഹൃദയാന്തരങ്ങളിൽ സ്ഥലം പിടിച്ച, വിമർശകർ പോലും വളരെ ഒട്ടേറെ നന്മകളായി അടയാളപ്പെടുത്തിയ ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിമർശനങ്ങൾ നേരിട്ട പ്രവാചകനാണ്. എന്നാൽ ആ വിമർശനങ്ങളൊക്കെ കൃത്യമായി പഠിക്കുമ്പോൾ മുൻവിധികളില്ലാതെ പലർക്കും തിരുത്തേണ്ടി വരുന്നു. ആ വിമർശനങ്ങളിൽ ഒരു കഴമ്പുമില്ല. മുൻവിധികളില്ലാതെ ആ പ്രവാചകനെ പഠിച്ച ഏവരും സമ്മതിക്കുന്നു, ചരിത്രത്തിൽ തുല്യതയില്ലാതെ ജീവിച്ച് ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞു പോയ ഒരു പ്രവാചകനെയാണ് കൃത്യമായി ചരിത്രം അടയാളപ്പെടുത്തുന്നത്. ആ പ്രവാചകനെ ലോകം മനസ്സിലാക്കുകയാണ്. ആ പ്രവാചകനെ ലോകം വാഴ്ത്തുകയാണ്. വിമർശകർ പോലും പിന്നീട് ചരിത്രം പഠിച്ചപ്പോഴേക്കും ആ പ്രവാചകന്റെ ഓരത്ത് നിൽക്കുവാൻ, ആ പ്രവാചകന്റെ ചരിത്രം കൃത്യമായി പഠിക്കുവാൻ ഒരുമ്പെട്ട എത്രയോ ചരിത്രകാരന്മാരെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ആ പ്രവാചകന്റെ ചരിത്ര ദൗത്യം എന്തായിരുന്നു? ആ പ്രവാചകന്റെ ദൗത്യം എന്തായിരുന്നു? റിസാലത്തും അഖീദയും എന്തായിരുന്നു? ഇവിടെയാണ് ആ പ്രവാചകനെ പഠിച്ചവർക്ക് പോലും പിഴവ് സംഭവിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 40-ാമത്തെ വയസ്സിൽ നുബുവത്ത് ലഭിക്കുകയും 63-ാമത്തെ വയസ്സിൽ ഈ ലോകത്ത് നിന്നും വിട പറയുകയും ആ 23 വർഷത്തിന്റെ സുപ്രധാനമായിട്ടുള്ള ആയുസ്സിൽ ഒരു പുരുഷായുസ് മുഴുവനും ചെയ്തു തീർക്കേണ്ട എല്ലാ കടമകളും ദൗത്യങ്ങളും കൃത്യമായി പഠിപ്പിച്ചുകൊണ്ട് ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞു. ആ പ്രവാചകനെ പഠിക്കാത്തവർ പോലും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന്. പഠിച്ചവരെല്ലാം പ്രവാചകനെ അനുകൂലിക്കുകയും പ്രവാചകന്റെ അനുയായികളായി മാറുകയും ചെയ്യുന്നത് ഇന്നിന്റെ ചരിത്രത്തിൽ ഏറ്റവും അത്ഭുതകരമായ ഒരു വസ്തുതയാണ്. ആ പ്രവാചകനെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് മുസ്ലിം ഉമ്മത്തിൽപ്പെട്ടവരാണ്. അഥവാ ഷഹാദത്ത് കലിമക്ക് സാക്ഷ്യം വഹിച്ച ഓരോ വിശ്വാസികളാണ് ആ പ്രവാചകന്റെ ദൗത്യം എന്തായിരുന്നു, ആ പ്രവാചകന്റെ മിഷൻ എന്തായിരുന്നു എന്ന് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന സ്വഹീഹ് മുസ്ലിമിലെ ഒരു ഹദീസ് ഇപ്രകാരം നമുക്ക് വായിക്കുവാൻ സാധിക്കും. വല്ലദീ നഫ്സു മുഹമ്മദും ബിയദിഹി, എൻ്റെ ആത്മാവ് ആരുടെ കൈകളിലാണോ അവൻ തന്നെ സത്യം, റബ്ബിനെ തന്നെ സത്യം. ലാ യസ്മഉ ബി അഹദും മിൻ ഹാദിഹിൽ ഉമ്മത്തി യഹൂദിയ്യുൻ വലാ നസ്റാനിയ്യുൻ സുമ്മ യമൂത്.
മറ്റുള്ളവർ ഈ സമുദായത്തിൽ നിന്നും എന്നെക്കുറിച്ച് പഠിക്കണം. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൊഴിയുന്ന വചനാമൃതമാണ്. മറ്റുള്ളവർ, മുസ്ലിം അല്ലാത്തവർ എൻ്റെ ചരിത്രം, എൻ്റെ തൗഹീദ്, എൻ്റെ റിസാലത്ത്, എൻ്റെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ എന്തായിരുന്നുവെന്ന് എൻ്റെ ഉമ്മത്തിൽ നിന്നാണ് പഠിക്കേണ്ടത്. വലം യുമിൻ ബില്ലദീ ഉർസിൽതു ബിഹി ഇല്ലാ കാന മിൻ അസ്ഹാബിൻ നാർ. എന്നെ സംബന്ധിച്ച് അങ്ങനെ എൻ്റെ സമുദായത്തിൽ നിന്നും കേട്ടതിന് ശേഷം എൻ്റെ ദൗത്യത്തിൽ വിശ്വസിക്കാതെ ആര് മരിക്കുന്നുവോ അവൻ ഒന്നുകിൽ യഹൂദിയാണ് അല്ലെങ്കിൽ ക്രിസ്ത്യാനിയാണ്, അവൻ്റെ ഇരിപ്പിടം നരകമാണ്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. അപ്പോൾ പ്രവാചകനെ കുറിച്ച് ആദ്യം വിശ്വാസികൾ പഠിക്കണം. ആരായിരുന്നു ആ പ്രവാചകൻ? ആ പ്രവാചകന്റെ ദൗത്യം എന്തായിരുന്നു? ആ പ്രവാചകന്റെ അടയാളപ്പെടുത്തലുകൾ എന്തായിരുന്നുവെന്ന് ആദ്യമായി പഠിപ്പിച്ചു കൊടുക്കേണ്ടത് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരെയാണ്. അവരിൽ നിന്നാണ് മറ്റുള്ള സമുദായം പഠിക്കേണ്ടത്. അങ്ങനെ ആ പ്രവാചകന്റെ ദൗത്യം പഠിച്ചു കഴിഞ്ഞിട്ടും അതിൽ വിശ്വസിക്കാതെ പോകുന്നവർ, അവർ യഹൂദിയോ നസ്രാനിയോ നരകമാണോ അവർക്കുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു വചനമാണ്. ഇനി ആ പ്രവാചകനെ കുറിച്ച് ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു മുസ്ലിയാരോട് ചോദിക്കുക, ആരായിരുന്നു പ്രവാചകൻ? ചോദിച്ചു നോക്കുക. പ്രവാചകനെ കുറിച്ച് ചോദിക്കണ്ട. 30 വർഷം മുമ്പ് ജീവിച്ചു മരിച്ചുപോയ കോഴിക്കോട്ടുകാരനായ ഒരു മനുഷ്യൻ, സിയം വലിയ എന്ന് പരിചയപ്പെടുത്തുന്ന ആ മനുഷ്യനെ കുറിച്ച് നിങ്ങൾ ഈ തലപ്പാവ് ധരിച്ച പുരോഹിതന്മാരോട് ചോദിച്ചു നോക്കുക. അവർ പറയും, അദ്ദേഹം ഖബറിൽ കടന്നുകൊണ്ട് ലോകത്തെ നിയന്ത്രിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കണ്ണൊന്ന് ചിമ്മിയാൽ വിഹായുസിൽ പറന്നുകൊണ്ടിരിക്കുന്ന വിമാനങ്ങൾ, ആഴക്കടലിൽ ഊഴമിട്ടിറങ്ങുന്ന അതുപോലെയുള്ള മത്സ്യങ്ങൾ, കപ്പലുകൾ എല്ലാം നിശ്ചലമായി പോകും. അങ്ങനെയാണ് മുസ്ലിം സമുദായത്തിലെ അധികം ആൾക്കാരും വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് മുസ്ലിം എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥയാണ്. തൊട്ടടുത്ത ജില്ലയായ ഓച്ചിറയിൽ ജീവിച്ചു മരിച്ചുപോയ ഒരു മനുഷ്യൻ, മുസ്ലിമാണെന്ന് പോലും ഉറപ്പില്ലാത്ത ഓച്ചിറയിലെ ആ മനുഷ്യൻ, കുപ്പുസ്വാമി എന്നൊക്കെ അറിയപ്പെടുന്നു ചരിത്രത്തിൽ. ചോദിച്ചു നോക്കുക നിങ്ങൾ മുസ്ലിം സമുദായത്തിലെ പണ്ഡിതന്മാരോട്. അവർക്കും ഈ മറുപടിയാണുള്ളത്. അദ്ദേഹം ഖബറിൽ കടന്നുകൊണ്ട് ലോകത്തെയൊക്കെ നിയന്ത്രിക്കുകയാണ്. അദ്ദേഹം ഒന്ന് കണ്ണു ചുമ്മിയാൽ ലോകമെല്ലാം നിശ്ചലമാകും. ഇത് പറയുന്നത് ആരാണ്? 10ഉം 15ഉം വർഷം അറബി കോളേജുകളിലും മദ്രസകളിലും ദർസുകളിലുമൊക്കെ പഠിച്ച മഹാപണ്ഡിതന്മാരെന്ന് പറയുന്നവരാണ് അവരെക്കുറിച്ച് കീർത്തികരമായിട്ടുള്ള വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഈ പണ്ഡിതന്മാരോട് ചോദിച്ചു നോക്കുക. 2-3 ദിവസങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ പല പള്ളികളിലും മീലാദുൻ നബി ആഘോഷത്തിന്റെ ഭാഗമായി സുബ്ഹാന മൗലിദും മങ്കൂസ് മൗലിദും പാരായണം ചെയ്യുകയാണ്. അറിയുമല്ലോ, നമ്മളൊക്കെ ഒരുപക്ഷെ ജീവിതത്തിൽ നാം അത് പഠിച്ചവരും പഠിപ്പിച്ചവരും ആ കീർത്തനങ്ങൾ ചൊല്ലിയവരുമാണ്. അവരോട് പ്രവാചകനെ കുറിച്ച് ചോദിച്ചാൽ അവർക്കുമുണ്ട് മറുപടി. ആര്? ഈ പണ്ഡിതന്മാർക്കുള്ള മറുപടി ഇപ്രകാരമാണ്: ആ പ്രവാചകൻ എന്ന് പറയുന്നത് തൗബ സ്വീകരിക്കുന്ന പ്രവാചകനാണ്. തെറ്റുകൾ ചെയ്താൽ ആ പ്രവാചകരോട് തൗബ ചെയ്യണമെന്ന് പഠിപ്പിച്ച പ്രവാചകനാണ്. ജീവിതത്തിലെ പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ആ പ്രവാചകരോട് പാപമോചനം തേടുവാനായി ഖുർആൻ പഠിപ്പിച്ചതാണ് എന്ന് പോലും ഈ പണ്ഡിതന്മാർ പരിചയപ്പെടുത്തും. അതാണ് ഈ പറഞ്ഞത്. ഈ വരുന്ന ദിവസങ്ങളിൽ 10 ദിവസത്തോളം ചില പള്ളികളിലൊക്കെ സുബ്ഹാന മൗലിദ്, നമ്മുടെ ഈ ഭാഗങ്ങളിലൊക്കെ സുബ്ഹാന മൗലിദാണ് ചൊല്ലുക. വടക്കൻ കേരളത്തിലെ ചില പള്ളികളിൽ മൻകൂസ് മൗലിദാണ് ചൊല്ലുക. അങ്ങനെ ഓരോ പള്ളികളിലും വ്യത്യസ്തമായിട്ടുള്ള പ്രവാചക കീർത്തനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ പാടിക്കൊണ്ടിരിക്കുകയാണ്.
നമ്മുടെ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ചില പള്ളികളിലൊക്കെ കേൾക്കുന്നത് എന്താണ്? സുബ്ഹാന മൗലിദാണ്. പ്രവാചകനെ പരിചയപ്പെടുത്തുമ്പോൾ അവർ ഇങ്ങനെയാണ് പറയുന്നത്: യാ മൻ തമാദാ വജ്തറം തുബ്ബ തരിഫു വറജുൽ കറം വലുദ്ബി മൻ ഹല്ലൽ ഹറം വനൂറുഹു അമ്മൻ ബിലാദ്. ഇതിന്റെ സാരാംശമുള്ള കിതാബുകൾ ഇന്ന് ലഭ്യമാണ് വിപണിയിൽ. പ്രവാചകരോട് തൗബ ചെയ്യുവാൻ പഠിപ്പിക്കുകയാണ് ഈ സുബ്ഹാന മൗലിദിൽ. ഇനി മറ്റൊരുവരെ നോക്കൂ, പ്രവാചകനെ പരിചയപ്പെടുത്തുന്ന ഇവരുടെ മറ്റൊരുവരെ നോക്കൂ. അൻത മുൻജീനാ മിനൽ ഹുറഖീം ലഹീബിൻ നാരി വൽ അജജി ദംബുനാ മാഹീല യംനഉനാ മിൻ ദുറൂഫി ദംഇ വൽ അജജി. ഗർജനത്തോടെ ജ്വലിക്കുന്ന നരകത്തിൽ നിന്നും രക്ഷിക്കുന്ന പ്രവാചകരെ, അതാണ് ആ പണ്ഡിതന്മാർ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച്. പാപങ്ങളെ മായ്ച്ചു കളയുന്ന പ്രവാചകരെ, എന്റെ പാപങ്ങളെ, ഞങ്ങളുടെ പാപങ്ങളെ പുറത്തു തരണേ പ്രവാചക, സ്വർഗത്തിൽ പ്രവേശിക്കണമേ പ്രവാചക, നരകത്തിൽ നിന്നും അകറ്റിക്കളയണമേ പ്രവാചക, ചെയ്തു പോയ പാപങ്ങളെല്ലാം പുറത്തു തരണമേ പ്രവാചക. അത്തരം ഗീതങ്ങൾ, അത്തരം വർത്തമാനങ്ങളും ബൈത്തുകളും ചൊല്ലുന്ന ദിവസങ്ങളാണ് നമ്മുടെ മുന്നിൽ വരാൻ പോകുന്നത്. എത്രത്തോളം എന്നറിയുമ്പോൾ ഇതിൻ്റെയൊക്കെ പ്രചോദനം ബൂസൂരി ഇമാം എന്ന് പറയുന്ന ഒരു കൊട്ടാര കവി ജീവിച്ചിരുന്നു ഹിജറ 600 ശേഷം. അദ്ദേഹം ഒരു കൊട്ടാര കവിയായിരുന്നു. രാജാവിനെയൊക്കെ ഭയഭക്തിയോടുകൂടി വാഴ്ത്തി പറയുന്ന ഒരു കൊട്ടാര കവി. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഭാവനയിൽ കൂടി എഴുതിയുണ്ടാക്കിയ ഒരു കീർത്തനമാണ് ബൂസൂരിയുടെ ബുർദ ബൈത്ത്. പരിചയമുണ്ട് നമുക്കെല്ലാം. ആ ബുർദ ബൈത്തിൽ ചൊല്ലുന്ന ഒരു വരി നോക്ക്: ആ പ്രവാചകനെ എങ്ങനെയും വർണ്ണിക്കാം, നമുക്ക് എങ്ങനെയും മദഹ് ചൊല്ലാം. പക്ഷെ ഒന്ന് മാത്രം ശ്രദ്ധിക്കണം: ക്രൈസ്തവർ അവരുടെ നബിയെ മദഹ് ചൊല്ലിയത് പോലെ ചൊല്ലരുത്. എന്താണ് ക്രൈസ്തവർ അവരുടെ പ്രവാചകനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കീർത്തനം ചൊല്ലിയത്? ഈസാ അത് ദൈവപുത്രനാണ്, അല്ലെങ്കിൽ ത്രിയേകത്വമാണ്, മൂന്നിൽ ഒരാളാണ് എന്നൊക്കെയുള്ള ക്രൈസ്തവരുടെ വിശേഷണം പോലെ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ പ്രവാചകനെ കുറിച്ച് പറയരുത്. അല്ലാതെ മറ്റ് എന്ത് പുകഴ്ത്തൽ വേണമെങ്കിലും നിങ്ങൾ പാടിക്കൊണ്ടിരിക്കുക. ക്രിസ്ത്യാനികൾ അവരുടെ പ്രവാചകനെ വാഴ്ത്തിയതുപോലെ ദൈവപുത്രനെന്നോ ദൈവമെന്നോ പറയരുത്. മറ്റ് ഏത് രീതിയിലും മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വാഴ്ത്തുക, മദ്ഹ് പറയുക. ഇതാണ് ബൂസൂരി ഇമാം ജനങ്ങളെ പഠിപ്പിച്ചത്. അതാണ് ഇവർക്ക് പ്രചോദനം. അതുകൊണ്ടാണ് ഇവർ ആ പ്രവാചകനോട് തന്നെ തൗബ തേടുന്നത്. ആ പ്രവാചകനോട് നരകശിക്ഷയെ തൊട്ട് കാവൽ തേടുകയാണ്. അതുകൊണ്ടാണ് അവർ സ്വർഗത്തിൽ കയറ്റണമേ, ഒരു ടിക്കറ്റ് തരണമേ സ്വർഗത്തിൽ എന്ന് അവർ പാടിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകർ പഠിപ്പിച്ചത് എന്താണ്? എന്റെ സമുദായത്തിൽ നിന്നും എന്നെക്കുറിച്ച് മറ്റുള്ളവർ അറിയണം. ഇവരാണോ പ്രവാചകരെ പരിചയപ്പെടുത്തുവാൻ യോഗ്യരായിട്ടുള്ളവർ? ഇവർക്ക് പ്രവാചകന്റെ ദൗത്യത്തെക്കുറിച്ച് എന്തറിയാം? ജീവിതത്തിൽ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തെറ്റുകൾ തിരുത്തിയ എത്രയോ അനുഭവങ്ങൾ. നാളെ നടക്കുന്ന ഒരു കാര്യം അറിയുന്ന പ്രവാചകൻ ഞങ്ങളിലുണ്ട് എന്ന് പറയുന്ന കുട്ടികളെ പോലും തിരുത്തിയ വിശ്വപ്രവാചകനാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കല്യാണ സദസ്സിൽ പങ്കെടുക്കുവാൻ വേണ്ടി വന്ന പ്രവാചകരെ കണ്ടപ്പോൾ ആ കൊച്ചു കുട്ടികൾ ദഫുമുട്ടിക്കൊണ്ട് പാടിയത് വഫീനാ നബിയ്യുൻ യഅലമു മാ ഫീ ഗദിൻ. ഞങ്ങൾക്കൊരു പ്രവാചകനുണ്ട്, ആ പ്രവാചകന്റെ വ്യതിരിക്തത നാളെയെക്കുറിച്ച് അറിയുന്ന പ്രവാചകനാണ്. ഇത് കേട്ടപ്പോഴേക്കും പ്രവാചകൻ തിരുത്തുകയാണ്, കുട്ടികളോട് പറയുകയാണ്, ഇതിനെ നിങ്ങൾ ഒഴിവാക്കണം, പറയരുത് എന്നെക്കുറിച്ച്. ഇത് സ്വഹീഹുൽ ബുഖാരിയിൽ വന്ന ഹദീസാണ്.
എന്തുകൊണ്ട് പ്രവാചകൻ അങ്ങനെ വിലക്കി എന്ന് ഈ ഹദീസിനെ വിശദീകരിക്കുന്ന ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് തന്റെ ഫത്ഹുൽ ബാരിയിൽ രേഖപ്പെടുത്തുകയാണ്, ലാ യഅലമു മാ ഫീ ഗദിൻ ഇല്ലല്ലാഹ്. ഇതാണ് ഒന്നാമത്തെ തെളിവ്. നാളെ നടക്കുന്ന കാര്യത്തെ അറിയുന്ന പ്രവാചകനെന്ന് എന്നെക്കുറിച്ച് പറയരുത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ കുട്ടികളോട് ശക്തമായി വിലക്കിയതിന്റെ ഒന്നാമത്തെ കാരണം ഈ ഖുർആനിക വചനമാണ്. നാളെ നടക്കുന്ന കാര്യങ്ങൾ അറിയുന്നവൻ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാത്ത ഒരാളും അറിയുകയില്ല. രണ്ടാമത്തെ ഒരായത്ത് ഇബ്നു ഹജർ അസ്ഖലാനി കൊണ്ടുവരികയാണ്, ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർളിൽ ഗൈബ ഇല്ലല്ലാഹ്. ആകാശഭൂമികളിലുള്ള അദൃശ്യ കാര്യങ്ങൾ അല്ലാഹ് അല്ലാത്ത ഒരാളും അറിയില്ല. മൂന്നാമത്തെ ഒരായത്ത് പ്രവാചകന്റെ സവിശേഷതയായി ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് കൊണ്ടുവരികയാണ്, ഖുൽ നബിയെ അവരോട് പറയുക, ലാ അംലികു ലനഫ്സി നഫഅൻ വലാ ദർറൻ ഇല്ലാ മാഷാ അല്ലാഹ്. എൻ്റെ സ്വന്തം ദേഹത്തിന് തന്നെ ഉപകാരമോ ഉപദ്രവമോ ചെയ്യുവാൻ എനിക്ക് കഴിയില്ല, അധീനപ്പെടുത്തുവാൻ എനിക്ക് സാധ്യമല്ല, അല്ലാഹ് ഉദ്ദേശിച്ചതൊഴികെ. വലൗ കുൻതു അഅലമുൽ ഗൈബ ലസ്തക്തർതു മിനൽ ഖൈർ. എനിക്ക് നാളെ നടക്കുന്ന അദൃശ്യമായ കാര്യങ്ങൾ അറിയുമായിരുന്നുവെങ്കിൽ ഒരുപാട് നന്മകൾ ഞാൻ ചെയ്യുമായിരുന്നു. കച്ചവടത്തിലെ ഏറ്റക്കുറച്ചിലുകൾ അറിയുമായിരുന്നു എനിക്ക്. കച്ചവട വിപണിയിലെ സാധനങ്ങൾ വില കൂടുന്നത് എപ്പോഴാണ്, വില കുറയുന്നത് എപ്പോഴാണ്, ഇതെല്ലാം എനിക്ക് അറിയുവാൻ സാധിക്കുമായിരുന്നു. വമാ മസ്സനി യസ്സൂ. ദോഷങ്ങൾ ബാധിക്കുന്നതിൽ നിന്നും ഞാൻ ഒഴിവാകുമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ എത്രയോ ബുദ്ധിമുട്ടുകൾ സംഭവിച്ചിട്ടുണ്ട്. കള്ളക്കുടിയിൽ ഞാൻ വീണിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് വിരുന്നിൽ വിഷം ഉള്ള മാംസം കഴിച്ച സ്വഹാബികൾ ഞാൻ കഴിച്ചു. ഇതെല്ലാം അദൃശ്യമറിയുന്ന ഒരു സിഫത്ത് എനിക്കുണ്ടായിരുന്നുവെങ്കിൽ അതിൽ നിന്നെല്ലാം ഞാൻ ഒഴിവാകുമായിരുന്നു. ഞാൻ ആരാണ്? ഇൻ അന ഇല്ലാ നദീറും വബശീറുൻ ലിഖൗമിൻ യുഅ്മിനൂൻ. ഞാനൊരു താക്കീതുകാരനാണ്. വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് സന്തോഷവാർത്ത അറിയിക്കുന്ന ഒരു പ്രവാചകനാണ് ഞാൻ. അള്ളാഹുവിന്റെ വഹയി ഞാൻ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ജനങ്ങൾക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ്. അതാണ് എന്റെ ദൗത്യമെന്ന് വിശുദ്ധ ഖുർആനിലെ ആയത്ത് സൂറത്തുൽ അഅറാഫ് 188 വചനം. അതാണ് പ്രവാചകൻ. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഒരു ചരിത്രം പറയുകയാണ്. വിശ്വാസികളെ, ഈ ചരിത്രവും ഇന്ന് ജനങ്ങൾ ഈ സുബ്ഹാന മൗലിദിൽ കൂടിയും മൻഖൂസ മൗലിദിൽ കൂടിയും പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന വരിയും തമ്മിൽ ഒന്ന് തുലനം ചെയ്യണം, ഒരു താരതമ്യ പഠനം നടത്തണം. എന്തിനു വേണ്ടിയാണ് നാം ഇതിനെ അരുതേ എന്ന് പറയുന്നത്? ഈ മൗലിദ് കിതാബുകളിലുള്ളതും ഇതുപോലെയുള്ള കീർത്തനങ്ങളുമൊക്കെ പാടരുത്, അത് ശിർക്കാണ്, അത് വലിയ തെറ്റാണെന്ന് പറയുവാനുണ്ടാകുന്ന എന്താണ് അതിൻ്റെ അടിസ്ഥാനം? നോക്കൂ, മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരിക്കൽ ഞങ്ങൾ റസൂലുള്ളാഹിന്റെ അടുക്കൽ ഇരിക്കുകയാണ്. ഒരു മനുഷ്യൻ വന്നുകൊണ്ട് പറയുകയാണ്, യാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യാ സയ്യിദനാ വബ്ന സയ്യിദിനാ വഖൈറനാ വബ്ന ഖൈറിനാ. ഞങ്ങളുടെ നേതാവായ പ്രവാചക, ഞങ്ങളുടെ നേതാവിൻ്റെ മകനായ പ്രവാചക, ഞങ്ങളിൽ ഏറ്റവും ഹൈറായ പ്രവാചക, ഞങ്ങളിലെ ഹൈറായ പിതാവിൻ്റെ പ്രവാചക. എന്തേ തെറ്റ്? ഹൈറായ പ്രവാചകനല്ലയോ? നേതാവായ പ്രവാചകനല്ലയോ? സത്യമല്ലേ? പക്ഷെ അത്തരം ഒരു പുഴുക്കുത്ത് പോലും അവിടെ സാധ്യതയുണ്ട്. ഷിർക്കിലേക്ക് പോകുവാനുള്ള സാധ്യതകളെല്ലാം അടച്ച് പൂട്ടിയത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒന്നാമത്തെ ദൗത്യമാണ്. ഇത് കേട്ടപ്പോഴേക്കും പ്രവാചകൻ പറയുകയാണ്, അയ്യുഹന്നാസ്, കണ്ണുകൾ ചുമക്കുകയാണ്, അല്ലയോ ജനങ്ങളെ, അലൈക്കും ബിതഖ്വാക്കും, നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങൾ നിങ്ങളെ തന്നെ സൂക്ഷിക്കണം. അലൈക്കും ബിഖൗലിക്കും, നിങ്ങളുടെ വാക്കിനെ നിങ്ങൾ സൂക്ഷിക്കണം. വലാ യസ്തഹവിയന്നകും ശൈത്വാൻ, നിങ്ങളുടെ ഈ വാക്ക് ശൈത്താന് സഹായകരമാകരുത്. അങ്ങനെയാണല്ലോ
മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്താണ് ആദ്യമായി ഷിർക്ക് രൂപപ്പെടുന്നത്. ആദ്യത്തെ സമൂഹം ചെയ്തിരുന്നത് ഷിർക്കല്ല, അവരുടെ ഇടയിൽ ജീവിച്ചിരുന്ന മഹാന്മാരുടെ ഫോട്ടോ അവിടെ പ്രതിഷ്ഠിക്കുക. പിന്നീട് വരുന്ന തലമുറ കണ്ടു ഇത് നമ്മുടെ പൂർവികരായിട്ടുള്ളവർ ഇവരോടായിരുന്നു സഹായം തേടിയിരുന്നത്. അങ്ങനെയാണ് ഷിർക്ക് വരുന്നത്. ഇത് അറിയുന്ന പ്രവാചകൻ മുളയിലെ നുള്ളിക്കളയുകയാണ്. ലാ യസ്തഹ്വിയന്നകും ശൈത്വാൻ, നിങ്ങളുടെ ഈ വാക്കുകൊണ്ട് ശൈത്വാന് സഹായകരമാകരുത്. അന മുഹമ്മദ് ഇബ്നു അബ്ദുല്ല, ഞാൻ ആരാണ്? അബ്ദുള്ളയുടെ മകൻ മുഹമ്മദാണ്. അബ്ദുല്ലാഹി വ റസൂലുഹു, ഞാൻ അള്ളാഹുവിന്റെ അടിമയും അവന്റെ ദൂതനുമാണ്. എന്നിട്ട് റബ്ബിനെ സത്യം ചെയ്തുകൊണ്ട് പ്രവാചകൻ മൊഴിയുകയാണ്, മാ അഹിബ്ബു അൻ തർഫഉനി ഫൗഖ മൻസിലത്തില്ലതി അൻസലനി അല്ലാഹു അസ്സ വജല്ല. അല്ലാഹു എനിക്കൊരു സ്ഥാനം നൽകിയിട്ടുണ്ട്, അല്ലാഹു എനിക്കൊരു പദവി നൽകിയിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് നിങ്ങൾ എന്നെ ഉയർത്തരുത്, അത് ശൈത്താന് ഉപകാരപ്പെടും. അതുകൊണ്ട് നിങ്ങളുടെ വാക്കിനെയും നിങ്ങളെയും സൂക്ഷിക്കണമെന്ന് പഠിപ്പിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ ഒരു തടവുകാരനെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കൽ വരികയാണ്. യുദ്ധത്തിൽ പിടിച്ച ഒരു തടവുകാരനെ കൊണ്ടുവരികയാണ്. ആ തടവുകാരൻ പറഞ്ഞു, ഞാൻ അള്ളാഹുവിനോട് മാത്രമേ തൗബ ചെയ്യുകയുള്ളൂ. അല്ലാഹുമ്മ ഇന്നി അതൂബു ഇലൈക്, മുസ്നദ് അഹ്മദ് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ്. ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ തൗബ ചെയ്യുകയുള്ളൂ, പാപമോചനം തേടുന്നത് എൻ്റെ റബ്ബിനോട് മാത്രമായിരിക്കും. വലാ അതൂബു ഇലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഒരിക്കലും എൻ്റെ ഈ പ്രവാചകനോട് മുഹമ്മദിനോട് ഞാൻ തൗബ ചെയ്യുകയില്ല, പാപമോചനം ഒരിക്കലും ചെയ്യുകയില്ല. ഇത് കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അറഫൽ ഹഖ്ഖ ലി അഹ്ലിഹി, അദ്ദേഹം അദ്ദേഹത്തിന്റെ ജനങ്ങൾക്ക് സത്യം പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. നോക്കൂ, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ തൗബ ചെയ്യുകയുള്ളൂ, ഒരിക്കലും ഞാൻ മുഹമ്മദിനോട് ഞാൻ തൗബ ചെയ്യുകയില്ല, പാപമോചനം തേടുകയില്ല, അത് റബ്ബിനോട് മാത്രമേ എന്ന് പറയുമ്പോഴേക്കും പ്രവാചകന്റെ മറുപടി അറഫൽ ഹഖ്ഖ ലി അഹ്ലിഹി, അദ്ദേഹം അദ്ദേഹത്തിന്റെ ജനങ്ങളോട് സത്യം പറഞ്ഞു. അതാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നത്തെ മുസ്ലിം സമുദായം അംഗീകരിക്കുമോ? ഇന്നത്തെ മുസ്ലിം സമുദായം തുബ് വഅ്തരിഫ്, ആ പ്രവാചകനിലേക്ക് തന്നെ തൗബ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് വിശുദ്ധ ഖുർആനിലെ ആയത്തിനെ പോലും ദുർവ്യാഖ്യാനം ചെയ്യുകയാണ്. സൂറത്തു നിസായിലെ 64-ാമത്തെ ആയത്ത് പച്ചയായി ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് പറയുകയാണ്, തെറ്റ് ചെയ്തവർ, പാപം ചെയ്തവർ പ്രവാചകന്റെ അടുക്കലേക്ക് തൗബ ചെയ്യണം. പറയുന്നതാരാ? പണ്ഡിതന്മാരെന്ന് അവകാശപ്പെടുന്നവരാണ്. അതാണ് ആമുഖത്തിൽ പറഞ്ഞത്. ഇവരിൽ നിന്നാണോ പ്രവാചകനെ പരിചയപ്പെടേണ്ടത്? ഇവരിൽ നിന്നാണോ മറ്റു സമുദായം പ്രവാചകനെ ഉൾക്കൊള്ളേണ്ടത്? ആരായിരുന്നു ആ പ്രവാചകൻ? എന്തായിരുന്നു ആ പ്രവാചകന്റെ ദൗത്യം? വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഅറാഫ് 157-ാമത്തെ ആയത്ത് ആ പ്രവാചകന്റെ ദൗത്യം വ്യക്തമാക്കുകയാണ്. الذين يتبعون رسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل. അക്ഷരജ്ഞാനമില്ലാത്ത ആ പ്രവാചകനെ പിന്തുടരുന്ന ഒരു വിഭാഗം ഇനി വരും. നമ്മളൊക്കെ ആ വിഭാഗത്തിൽപ്പെട്ടവരാണ്. ആ പ്രവാചകന്റെ വ്യതിരിക്തത തൗറാത്തിലും ഇഞ്ചിയിലും രേഖപ്പെടുത്തിയതായി നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ആ പ്രവാചകൻ യഅ്മുറുഹും ബിൽ മഅറൂഫ് വയൻഹാഹും അനിൽ മുൻകർ, നന്മ ഉപദേശിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യും. വയുഹില്ലു ലഹുമുത് ത്വയ്യിബാത്ത്, നല്ല കാര്യങ്ങളെ എല്ലാം അനുവദിക്കും ആ പ്രവാചകൻ. വയുഹർരിമു അലൈഹിൽ ഖബായിസ്, ഏതൊക്കെ നിഷിദ്ധമായ കാര്യങ്ങളുണ്ടോ അതെല്ലാം വിരോധിക്കും ആ പ്രവാചകൻ. വയളഉ അൻഹും യുസ്റഹും വൽ അഗ്ലാൽ അല്ലതി കാനത് അലൈഹിം, അവരുടെ ഭാരങ്ങളും അവരുടെ മേലുണ്ടായിരുന്ന വിലങ്ങുകളും അദ്ദേഹം മാറ്റിക്കളയും. ജൂതന്മാരുടെ അടുക്കൽ എന്തെല്ലാം നിഷിദ്ധമുണ്ടോ, മതമായിട്ട് എന്തെല്ലാം അവർ കൊണ്ടുവന്നു, അതെല്ലാം ആ പ്രവാചകൻ മാറ്റിക്കളയും. എന്നിട്ട് അനുവദനീയമായതെല്ലാം പഠിപ്പിച്ചു കൊടുക്കും, ഹറാമായതെല്ലാം നിരോധിക്കും.
അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടയാളപ്പെടുത്തലുകളാണ് ഈ ആയത്തിൽ. എന്തെല്ലാം നന്മകളുണ്ടോ ഒരു മനുഷ്യന് ചെയ്യുവാനുള്ളത്, സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന എല്ലാ നന്മകളും ആ പ്രവാചകൻ കൽപ്പിച്ചുകൊണ്ടാണ് ഈ ലോകത്തു നിന്നും വിട പറഞ്ഞത്. നരകത്തിൽ നിന്നും അകറ്റപ്പെടുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം വിലക്കിക്കൊണ്ടാണ് ഈ പ്രവാചകൻ ലോകത്തു നിന്നും വിട പറഞ്ഞത്. അയ്യുഹന്നാസ്, പ്രവാചകർ പറയുകയാണ്, അല്ലയോ മനുഷ്യരെ, ലൈസ മിൻ ഷൈഇൻ യുഖർരിബുകും ഇലൽ ജന്നതി വയുബഅദുകും മിനൻ നാർ. നിങ്ങളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതും നരകത്തിൽ നിന്നും അകറ്റപ്പെടുന്നതുമായ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഞാൻ കൽപ്പിച്ചിട്ടുണ്ട്. ഇല്ലാ ഖദ് അമർത്തുകും ബിഹി, കൽപ്പിക്കാത്തതായി ഒന്നുമില്ല. ഇനി വരുന്നവർക്ക് ഈ കാര്യം ചെയ്താൽ സ്വർഗത്തിലേക്ക് എന്ന് പറയുവാനുള്ള ഒരു പഴുതുമില്ലാതെ പ്രവാചകൻ അതിൻ്റെ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചുകൊണ്ടു. വലൈസ ശൈഉൻ യുഖർരിബുകും മിനൻ നാരി വയുബഅദുകും മിനൽ ജന്നതി ഇല്ലാ ഖദ് നഹൈതുകും അൻഹു. നരകത്തിൽ നിന്നും അകറ്റപ്പെടുന്ന എല്ലാ കാര്യങ്ങളും പ്രവാചകൻ വിലക്കിയെന്ന് കൃത്യമായി നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ ഉമ്മത്തിന് വേണ്ടുന്ന എല്ലാ നന്മകളും പഠിപ്പിച്ചു. ഈ ഉമ്മത്ത് കഷ്ടപ്പെടുന്നത് സഹിക്കുവാൻ കഴിയാത്ത ഒരു പ്രവാചകനാണ്. ഈ ഉമ്മത്തിനോട് അതീവ താല്പര്യമുള്ള ഹരീസുൻ അലൈക്കും, അങ്ങനെയാണ് ഖുർആൻ പ്രയോഗിച്ചത്. ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. സൂറത്ത് തൗബയുടെ 128-ാമത്തെ ആയത്താണ്. അതാണ് പ്രവാചകന്റെ ദൗത്യം. ആ പ്രവാചകന്റെ മിഷൻ ഇതാണ്. ഈ പ്രവാചകൻ നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രവാചകനാണ്. മുസ്ലിം ഉമ്മത്ത് പ്രയാസപ്പെടുന്നത് സഹിക്കാൻ കഴിയാത്ത ആളാണ്. മുസ്ലിം ഉമ്മത്തിനോട് അതീവ താല്പര്യമുള്ള പ്രവാചകനാണ്. അത്യന്തം ദയാലുവാണ് മുസ്ലിം ഉമ്മത്തിനോട്. അത്യന്തം കരുണയുള്ളയാളാണ് പ്രവാചകൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശേഷിപ്പിച്ചുകൊണ്ട് റഹ്മാനായ റബ്ബ് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ആ പ്രവാചകൻ നമുക്ക് മഹത്തായ അനുഗ്രഹമാണ് എന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ആലി ഇമ്രാനിലെ 164-ാമത്തെ ആയത്ത്. ആ പ്രവാചകനെ ഈ ഉമ്മത്ത് മനസ്സിലാക്കുന്നില്ല. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. അതാണ് പ്രവാചകൻ. ഈ ഉമ്മത്തിൽ നിന്ന്, ഈ സമുദായത്തിൽ നിന്ന്, നിങ്ങളിൽ നിന്ന് തന്നെ ഒരു പ്രവാചകനെ നാം തിരഞ്ഞെടുത്തത് നിങ്ങൾക്കുള്ള അനുഗ്രഹമാണ്. അക്ഷര അഭ്യാസമില്ലാത്ത പ്രവാചകൻ, എന്നിട്ട് ആ പ്രവാചകൻ യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, ഖുർആനും സുന്നത്തും പഠിപ്പിച്ചു കൊടുത്തു. ഈ സമുദായത്തിന് സംസ്കരിച്ചെടുത്തു പ്രവാചകൻ ഈ ഉമ്മത്തിനെ. വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, അധമരായിരുന്നു ഈ സമൂഹം. വലാലത്തിന്റെ ഏറ്റവും ഉന്നതമായ സ്ഥാനം നേടിയവരായിരുന്നു ഈ ഉമ്മത്ത്. അവരെ ഉത്തമരിൽ ഉത്തമരാക്കിയ പ്രവാചകൻ ഖുർആനും സുന്നത്തും കൊണ്ട് അവരെ സംസ്കരിച്ചെടുത്തു. ആ പ്രവാചകനാണ് യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറൻ വദാഇയൻ ഇലാ ബിഇദ്നിഹി വസിറാജൻ മുനീറ. കത്തുന്ന വിളക്ക് എന്നാണ് ഖുർആന്റെ പ്രയോഗം. അല്ലയോ പ്രവാചക, ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറൻ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ. അല്ലാഹുവിന്റെ അനുമതിയോടുകൂടി നിങ്ങൾ ജനങ്ങളെ നന്മയിലേക്ക് ക്ഷണിക്കുകയാണ്. താങ്കൾ സന്തോഷ വാർത്ത അറിയിക്കുന്നയാളാണ്. നരകത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നയാളാണ്. സിറാജം മുനീറ, കത്തുന്ന വിളക്ക്. എല്ലാ അന്ധവിശ്വാസങ്ങളിൽ നിന്നും ശരിയായ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാൻ നിയോഗിക്കപ്പെട്ട പ്രവാചകനെയാണ് ഈ ആയത്തിൽ കൂടി അള്ളാഹു പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾ തീയിൽ ചാടാതിരിക്കുവാനായിട്ട് കണിശതയോടുകൂടി ഈ പ്രവാചകൻ എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിച്ചു.
ഒരു ഉപമയിൽ കൂടി പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ അഗ്നിയിൽ ചാടാനായിട്ട് വെമ്പൽ കൊള്ളുകയാണ്. വഅന ആഖിദും ബിഹുജ്സികും അനിന്നാർ, ഞാനാകട്ടെ നരകത്തിൽ വീഴാൻ പോകുന്ന നിങ്ങളെ അരക്കെട്ട് പിടിച്ചു വലിക്കുകയാണ്. വഅൻതും തുഫല്ലതൂന മിൻ യദി, നിങ്ങളാകട്ടെ എൻ്റെ കൈ തട്ടിവിട്ടുകൊണ്ട് നിങ്ങൾ നരകത്തിലേക്ക് തന്നെ പോവുകയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. വിശ്വാസികളെ, ആ പ്രവാചകന്റെ മഹിതമായ ആദർശം ഉൾക്കൊള്ളാത്ത സമുദായത്തിലെ ഭൂരിപക്ഷവും തിന്മയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദൗത്യം എന്താണെന്ന് മനസ്സിലാക്കാത്ത സിംഹഭാഗമാണ് മുസ്ലിം ഉമ്മത്തിൽ. ആ പ്രവാചകർക്ക് അള്ളാഹു നൽകിയ ശ്രേഷ്ഠത. ഒരിക്കൽ പ്രവാചകൻ സ്വഹാബാക്കളോട് പറയുകയാണ്, സലുല്ലാഹിൽ വസീല, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അള്ളാഹിനോട് ചോദിക്കണം വസീല എന്നുള്ള പദവി. സ്വഹാബികൾ ചോദിക്കുകയാണ്, വമൽ വസീല യാ റസൂലല്ലാഹ്, എന്താണ് ഈ വസീല എന്ന് വെച്ചാൽ? അള്ളാഹിന്റെ റസൂൽ പറയുകയാണ്, അഅ്ലാ ദറജാത്തും ഫിൽ ജന്നതി, അത് സ്വർഗത്തിലെ ഉന്നതമായ മഹത്വപൂർണമായ ഒരു സ്ഥാനമാണ്. ലാ യനാലുഹ, ആർക്കും അതിനെ പിടിക്കുവാൻ സാധ്യമല്ല, മറ്റൊരാൾക്കും ലഭിക്കുകയില്ല. ഇല്ലാ റജുലുൻ, ഒരാളൊഴികെ. സ്വർഗത്തിലെ ഉന്നതമായ പദവി എന്നുള്ള വസീല ഉമ്മത്തിൽ, മുസ്ലിം സമുദായത്തിൽ അല്ലെങ്കിൽ മനുഷ്യ വിഭാഗത്തിൽ ഒരേ ഒരാൾക്ക് തന്നെ ലഭിക്കുകയുള്ളൂ. അർജു അൻ അകൂന അനഹു, അത് ഞാനാകണം എന്ന് പ്രതീക്ഷിക്കുകയാണ്. അതുകൊണ്ട് സ്വഹാബാക്കളെ, എൻ്റെ ഉമ്മത്തെ, ആ വസീലയ്ക്ക് വേണ്ടി നിങ്ങൾ അള്ളാഹിനോട് തേടണേ. അത് പ്രവാചകർക്ക് മാത്രം അള്ളാഹു നൽകുന്ന പ്രത്യേകമായിട്ടുള്ള ഒരു ദറജയാണ്, സ്വർഗത്തിലെ ഉന്നതമായ ഒരു സ്ഥാനമാണ്. ജനങ്ങളിൽ ഏറ്റവും വലിയ നേതാവാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ യൗമുൽ ഖിയാമയിൽ, അന്ത്യ ദിവസത്തിൽ ജനങ്ങളുടെ നേതാവാണ്. വലാ ഫഖറ, ഞാൻ അഹങ്കാരമോ ഞാൻ പൊങ്ങച്ചമോ പറയുകയല്ല കേട്ടോ, ഇത് അള്ളാഹ് എന്നെ അറിയിച്ചതാണ്. വബിയദി ലിവാഉൽ ഹംദ് വലാ ഫഖർ, എൻ്റെ കയ്യിലായിരിക്കും ലിവാഉൽ ഹംദ് എന്ന് പറയുന്ന ആ കൊടി. വമാ മിൻ നബിയ്യിൻ യൗമഇദിൻ ആദമ ഫമൻ സിവാഹു ഇല്ലാ തഹ്ത ലിവാഇ, ആദം മുതലുള്ള എല്ലാ പ്രവാചകന്മാരും എൻ്റെ കീഴിലായിരിക്കും, എൻ്റെ ഈ ലിവാഉൽ ഹംദിൻ്റെ കൊടിക്കീഴിലായിരിക്കും അണിനിരക്കുക. വലാ ഫഖർ, ഞാൻ പൊങ്ങച്ചം പറയുകയല്ല കേട്ടോ, ഇത് അള്ളാഹ് എന്നെ അറിയിച്ച കാര്യമാണ്. വഅന അവ്വലു മൻ തൻഷഖു അൻഹുൽ അർള് വലാ ഫഖർ, ഭൂമി പിളർന്ന് ആദ്യമായി പുറത്തേക്ക് വരുന്നത് ഞാനായിരിക്കും എന്ന് പഠിപ്പിച്ചു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലാ ഫഖർ, ഞാൻ പൊങ്ങച്ചം പറയുകയല്ല കേട്ടോ, അങ്ങനെ നിങ്ങൾ ധരിക്കരുത്, ഇത് അള്ളാഹ് എന്നെ അറിയിച്ചതാണ്, അള്ളാഹ് എന്നെ ആദരിച്ചതാണ് എന്ന് മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇന്നലെ വരെ അൽ അമീനായിരുന്ന, കണ്ണിലെ കൃഷ്ണമണിയായിരുന്ന ആ പ്രവാചക പുങ്കവർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നന്മ എന്താണെന്നും തിന്മ എന്താണെന്നും പഠിപ്പിച്ചു കൊടുത്ത 40ാമത്തെ വയസ്സിൽ വഅൻദിർ അശീറതകൽ അഖറബീൻ, കുടുംബക്കാരായ ഏറ്റവും അടുത്തവർക്ക് നിങ്ങൾ മുന്നറിയിപ്പ് നൽകണം എന്നുള്ള കൽപ്പന വന്നതിന് ശേഷം, കുടുംബക്കാരെ എല്ലാം വിളിച്ചുകൊണ്ട് സത്യം പറഞ്ഞു കൊടുത്തതിന് ശേഷം ഇതാ ആ കുടുംബക്കാർ പറയുകയാണ്. ഏത് കുടുംബക്കാർ? അൽ അമീൻ, എന്തും ഞങ്ങൾ വിശ്വസിക്കും, നിന്റെ നാവിൽ നിന്നും സത്യമല്ലാത്തതൊന്നും നിർഗളിക്കുകയില്ല. ആ പ്രവാചകനെ കുറിച്ച് അവർ പറയുകയാണ്, അന്ത കദ്ദാബ്, നീ കള്ളനാണ്. പൂർവികരുടെ, ഞങ്ങളുടെ എല്ലാ ആദർശങ്ങളെ നീ കെട്ടുകഥകളാക്കി ചിത്രീകരിക്കുകയാണ്. അള്ളാഹുവിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ട ഇടയാളന്മാരെ വച്ചിരുന്ന ഞങ്ങളുടെ പൂർവികരുടെ ഈ വിശ്വാസത്തെ നീ തകർക്കുകയാണ്. കുടുംബ ബന്ധത്തെ നീ ഇല്ലായ്മ ചെയ്യുകയാണ്. ഞങ്ങളുടെ ഐക്യത്തെ തകർക്കുകയാണ് മുഹമ്മദേ. പ്രവാചകന് ഇതിൽ പരം വേദന ഉണ്ടാകണം. വലം യുഅ്മിനൂ ബിഹാദൽ ഹദീഥി അസഫാ, നൈരന്തര്യമായ പ്രബോധനത്തിന് അള്ളാഹുവിന്റെ പ്രവാചകർ അവിടെ സാക്ഷ്യം ഒഴിഞ്ഞിട്ടും ഇസ്ലാമിലേക്കും ഈമാനിലേക്കും വരാത്തത് കൊണ്ട് സ്വന്തം ജീവൻ തന്നെ ഇല്ലാതെയാക്കി കളയാം എന്ന് പ്രവാചകന് തോന്നിപ്പോയ ഒരു രംഗം സൂറത്തുൽ കഹ്ഫിലെ 6ാമത്തെ ആയത്തിൽ നമുക്ക് ഹൃദ്യസ്ഥമാണ്. അത് കാരണം ശക്തമായ മനോവധ പ്രവാചകന് പിടിപെട്ടു. മുതുകിനെ ഞെരുക്കിക്കളയുന്ന ആ പ്രയാസമെന്നാണ് വിശുദ്ധ ഖുർആൻ സൂറത്ത് ഷഹറിൽ കൂടി അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നത്.
സൂറത്ത് ഷറഹിലെ അലം നശ്റഹ് ലക സദ്റക വവളഅനാ അൻക വിസ്റക അല്ലദീ അൻഖള ളഹ്റക വറഫഅനാ ലക ദിക്റക. ഈ ആയത്തിന്റെ വിശദീകരണം കിട്ടുന്ന മലയാളത്തെ അമാന മൗലവിയുടെ തഫ്സീർ എടുത്തുനിന്ന് വായിക്കണം. വ്യത്യസ്തമാണ് നമുക്ക് ഈ സൂറത്ത് ഷറഹ്. അലം നശ്റഹ് ലക സദ്റക, പ്രവാചക താങ്കളുടെ ഹൃദയത്തെ നാം വിശാലമാക്കി തന്നില്ലയോ? പ്രയാസം കൊണ്ട് താങ്കളുടെ മുതുക് ഞെരുക്കമായിരുന്നപ്പോൾ എല്ലാ എളുപ്പവും പ്രവാചക അങ്ങേക്ക് നൽകിയില്ലയോ? വല്ലാത്ത ഒരു 2-3 ആയത്തുകളാണ്. അങ്ങനെയാണല്ലോ ലോകത്തിൻ്റെ എല്ലാ പ്രവാചകന്മാരുടെയും അവസ്ഥ, എല്ലാ പ്രബോധകന്മാരുടെയും അവസ്ഥ അത് തന്നെയാണ്. ആദ്യമൊക്കെ നല്ലത് എന്ന് പറയും, നല്ല വാക്കുകൾ കേൾക്കും, അല്ലമീനാണ്, കണ്ണിലുണ്ണിയാണ്. മക്കക്കാരെ സംസ്കരണത്തിന്റെ വാതായനത്തിലേക്ക് തുറന്നു കൊടുത്തയാളാണ്. പ്രവാചകന്മാരെ എല്ലാം പുകഴ്ത്തലുകൾ നടത്തിയിട്ടുണ്ട്. പിന്നീടാണ് യാഥാർത്ഥ്യം പറയുമ്പോൾ പലപ്പോഴും അവർക്ക് പ്രയാസകരമായി തോന്നുന്നത്, പലർക്കും ബുദ്ധിമുട്ടായി തോന്നുന്നത്. ഇന്നലെ വരെയും നല്ലവനായിരുന്നവൻ ഇന്നിതാ അവർക്ക് കണ്ണിലെ കരടായി മാറുകയാണ്. എന്ത് തെറ്റാണ് അവർ ചെയ്തത്? ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിലപാടുകളോടുകൂടി അവർ ജീവിച്ചു, ആരുടെയും പക്ഷം ചേരാതെ. അള്ളാഹുവിന്റെ ദൗത്യം ഇസ്തിഖാമത്തോടുകൂടി അവർ ദീനിന് വേണ്ടി അവർ വിളംബരം ചെയ്തു. സ്വാഭാവികമായും കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരും, തീർച്ചയായിട്ടും ഒറ്റപ്പെടുത്തലുകൾ അനുഭവിക്കേണ്ടി വരും. അതാണ് ഈ ആയത്ത്. പ്രവാചക അങ്ങ് പ്രയാസപ്പെടേണ്ട, ഞെരുക്കത്തെയെല്ലാം നാം ഒഴിവാക്കി തന്നില്ലയോ? വറഫഅനാ ലക ദിക്റക, അങ്ങയുടെ കീർത്തിയെ നാം മഹത്തരമാക്കി തന്നില്ലയോ? എത്രയോ ഉയർത്തിയിരിക്കുകയാണ് അങ്ങയുടെ കീർത്തിയെ എന്ന് അള്ളാഹുവിന്റെ കലാമിലെ ആയത്തിൽ കൂടി പ്രവാചകനെ സാന്ത്വനപ്പെടുത്തുകയാണ്. ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകരുടെ അടുക്കൽ വന്നുകൊണ്ട് അതാനി ജിബ്രീൽ ഇന്ന റബ്ബി വറബ്ബുക യഖൂൽ, അള്ളാഹിന്റെ റസൂലിനോട് പറയുകയാണ്, അള്ളാഹുവിന്റെ റസൂലെ, അങ്ങയുടെ റബ്ബും എൻ്റെ റബ്ബും ഈ പറഞ്ഞത് എന്താണെന്ന് അങ്ങേക്കറിയുമോ? കൈഫ റഫഅത ദിക്റക, ഈ വറഫഅനാ ലക ദിക്റക എന്നതിനെ കുറിച്ച് പ്രവാചക അങ്ങേക്ക് എന്തെങ്കിലും അറിയുമോ? പ്രവാചകൻ മൊഴിഞ്ഞു, വല്ലാഹു അഅലം, എനിക്കറിയില്ല, അള്ളാഹുവിനറിയാം. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മൊഴിയുകയാണ്, ഇദാ ദുക്ർതു ദുക്ർത മഈ, എന്താണ് ഈ കീർത്തിയെ അള്ളാഹു ഉയർത്തിയിരിക്കുന്നത് എന്നുള്ളതിന്റെ വിവക്ഷ? അള്ളാഹുവിന്റെ പേര് ഉച്ചരിക്കുന്നതോടൊപ്പം എവിടങ്ങളിലെല്ലാം അള്ളാഹുവിനെ കുറിച്ച് സ്മരിക്കപ്പെടുമോ അവിടങ്ങളിലെല്ലാം പ്രവാചക അങ്ങയെക്കുറിച്ചും സ്മരിക്കപ്പെടുക തന്നെ ചെയ്യും. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇതാണ് വറഫഅനാ ലക ദിക്റക. ആ പ്രവാചകന്റെ പേര് മൊഴിയാത്ത ഒരു സെക്കൻഡ് പോലും ലോകത്ത് കടന്നു പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ലോകത്തിന്റെ വ്യത്യസ്തമായ രാജ്യങ്ങളിൽ മുഅദ്ദിൻ ബാങ്കുൽ മുഴക്കുകയാണ്. അള്ളാഹുവിനെ പറയുന്നതോടൊപ്പം പറയണം വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. സാക്ഷ്യമൊഴിയിൽ പോലും അത് നിർബന്ധമാണ്. അതാണ് പ്രവാചകന്റെ കീർത്തനം. അതാണ് പ്രവാചകനെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഉയർത്തി എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള പാഠം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മഹാനായ പ്രവാചകർക്ക് ഓതി കേൾപ്പിച്ചു കൊടുക്കുകയാണ്. ആ പ്രവാചകന്റെ ദൗത്യത്തെക്കുറിച്ച് മുസ്ലിം സമുദായം ആദ്യം പഠിക്കണം, ശേഷം മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഈ ദൗത്യത്തിൽ നിന്ന് മുസ്ലിം സമുദായത്തിലെ പണ്ഡിതന്മാർ ഏറെ പിന്നോട്ട് പോയി. പ്രവാചകന്മാരുടെ ദൗത്യം അറിയാതെ, ജീവിതത്തിൽ പ്രവാചകന്റെ ഏറ്റവും വലിയ പ്രാർത്ഥന പോലും മനസ്സിലാക്കാതെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ശരണം തേടിയിരുന്നത് റഹ്മാനായ റബ്ബിനോടായിരുന്നു. ആ പ്രവാചകന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും മുൻകഴിഞ്ഞു പോയ ഏതെങ്കിലും ഒരു പ്രവാചകനെ വിളിച്ചുകൊണ്ട് ഇസ്തിഗാസയോ പ്രാർത്ഥനയോ ചെയ്തിട്ടില്ല. അതാണ് ഇസ്ലാമിന്റെ വ്യതിരിക്തതയും. തൗഹീദിന്റെ അടിത്തറയതാണ്, ഇബാദത്താണ്, പ്രാർത്ഥനയാണ്. ആ വിഷയത്തിൽ പോലും മുസ്ലിം സമുദായം വ്യതിചലിച്ചു പോയി. ആ പ്രവാചകന്റെ ദൗത്യം കൃത്യമായി പഠിച്ചിരുന്നുവെങ്കിൽ ഈ മൻഖൂസ മൗലിദ് ജനങ്ങൾ ഓതുകയില്ല സഹോദരങ്ങളെ. ഈ സുബ്ഹാന മൗലിദ് ഓതുകയില്ല. വെറും 300-350 വർഷങ്ങളുടെ പരിചയമേ പഴക്കമേ ഉള്ളൂ ഈ പറയുന്ന മൗലിദുകളൊക്കെ. അതാണ് ഇനി വരുന്ന നാളുകളിൽ നമ്മുടെ ചില പള്ളികളിലൊക്കെ ഇരുന്നു കൊണ്ട്
ഒരു തലയണ വച്ച് അതിൻ്റെ മേലെ വെള്ള തുണി വിരിച്ച് പിന്നെ ശുഭ്രവസ്ത്രധാരികൾ പാടിക്കൊണ്ടിരിക്കുന്നത്, കൈമടക്കും ഭക്ഷണവുമൊക്കെ ബഹുജോറായിക്കൊണ്ട് അവർ പാടുകയാണ് മൈക്കുകളിൽ കൂടി. എന്താ പാടുന്നത്? നാം ഈ ഖുതുബയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ച യാമൻ തമാദാ വജ്തറം തുബഅതരിഫ് വറജുൽ കറം വലുദ് ബിമൻ ഹല്ലൽ ഹറം വനൂറുഹു അമ്മൽ ബിലാദ്. മഅദല്ലാഹ്. ആ പ്രവാചകനോട് തന്നെ തൗബ ചെയ്യുകയാണ്, ആ പ്രവാചകനോട് തന്നെ പ്രാർത്ഥിക്കുകയാണ്, പാപങ്ങൾ പുറത്തു കിട്ടുവാൻ തേടുന്നു ആ പ്രവാചകരോട്, നരകത്തിൽ നിന്നും അകറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആ പ്രവാചകരോട്, സ്വർഗത്തിൻ്റെ ടിക്കറ്റ് ചോദിക്കുന്നു ആ പ്രവാചകനോട്. അതുകൊണ്ട് വിശ്വാസികളെ, പ്രവാചകനെ അറിയണം, ആ പ്രവാചകൻ്റെ ദൗത്യം മനസ്സിലാക്കണം, അത് അറിഞ്ഞുകൊണ്ട് ജീവിതത്തെ അടയാളപ്പെടുത്തുക. അത്തരം മുത്തഖീങ്ങളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ.